സത്യം ബോധ്യപ്പെടുത്തണമെന്നാ. ആ മനസ്സിൽ നിന്നോട് വെറുപ്പിന്റെ ഒരു അംശം പോലും തോന്നില്ല. അങ്ങനൊരു മനുഷ്യനാ അത്. എടുത്തി നാളെ തന്നെ എനിക്ക് കോടതിയിൽ ഹാജരാവണം. എന്നിട്ട് എല്ലാ സത്യങ്ങളും എനിക്ക് വിളിച്ചു പറയണം. ഏട്ടനെ ജയിലിൽ നമുക്ക് ഇറക്കണം. ഇന്നിനിയൊന്നും നടക്കത്തില്ലല്ലോ. അല്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോവാം. ഇന്ന് വേണ്ട, നാളത്തേക്ക് ഞാൻ വക്കീലിനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടാ പ്രണവേ, എടാ ഒന്ന് തുറന്നതാണോ? ഈ ഡോർ ഒന്ന് തുറന്നതാ. പ്രണവേ, പ്രണവ്. നീ അത് കേട്ടതായിട്ട് ഭാവിക്കണ്ട. കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് ഇപ്പൊ അതാ നല്ലത്. അമ്മയുടെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറെ നാളായി. നല്ല വിശപ്പ്. അയ്യോ, എന്റെ മോന് വിശക്കുന്നുണ്ടോ? വാ, അമ്മ വിളമ്പി തരാം. വാ. ഹലോ മായ, ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഭാര്യ വിളിച്ചതാ. മായ ധൈര്യമായിട്ടിരിക്കെ. പവിത്രന് ഒരു കുഴപ്പമില്ല. ആളിപ്പോ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഹാ, അതെന്താ അങ്ങനെ കൊടുക്കാവോന്നൊക്കെ ചോദിക്കുന്നത്? ഞാൻ കൊടുക്കാം, നിങ്ങൾ സംസാരിക്കും. ദാ പവിത്ര, മായയോട് സംസാരിക്കും. ഞാനൊന്ന് പുറത്തിറങ്ങി സംസാരിച്ചോ മാഡം? ഓ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ചെല്ലും. ഫോണിന്റെ ചാർജ് തീരുന്നത് വരെ സംസാരിക്കും. അത് കഴിയുമ്പോ ഇങ്ങ തന്നേക്കണേ, പിന്നെ ചാർജ് ചെയ്തിട്ട് തരാം. പാവം പെൺകിളി നോവാൽ നെയ്തൊരു കൂട് കൂട്ടിൽ കുഞ്ഞിന് കൂട്ടായി വന്നിളം കാറ്റും പെയ്തത് ചൂട് ആരാരോ പാടിയിടും താരാട്ടെന്നിൻ കൺമണിക്ക് ഏതേതോ നാളണയും കാണാനാൺ കിളി വഴിക്ക്. എന്ന് ഭ്രാന്തായി കാണിക്കുന്നേ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? അവളെ ആ നിധി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ജ്യോതി. എന്തൊക്കെയായിട്ടും എനിക്ക് ആ ദേഷ്യം തീരുന്നില്ല. നിധിയെ കൊല്ലണം ജ്യോതി. അവളെ ഇനി വെച്ചേക്കരുത്. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറയും. രക്ഷപ്പെടുത്തിക്കൊണ്ട് വെക്കളഞ്ഞില്ലേ അവള്? അവള് നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിച്ചു കളഞ്ഞു. ആ നിധി പവിത്രനെയും പ്രണവിനെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. സത്യമാണോ സി പറയുന്നത്? സത്യമാണ് ജ്യോതി ഞാൻ പറഞ്ഞത്. എന്റെ കൺമുന്നിൽ കൂടിയാ നിധിയും പൗത്രനും ചേർന്ന് പ്രണവിനെ കൊണ്ടുപോയത്. ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയി പോയില്ലേ? അവള് ജയിച്ചില്ലേ? മതി, നിർത്ത്. കയ്യിലിരുന്ന 2 ആയുധങ്ങളെ കൊണ്ടുപോയി ശത്രുവിന്റെ കൈ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് പെണ്ണുമ്പിളോട് ഷോ കാണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? തോറ്റു തൊപ്പിയിട്ട് വന്നിരിക്കുന്നു നാണം കെട്ട മനുഷ്യൻ. എന്താ ജ്യോതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനില്ലാത്ത നേരത്താ ആ നിധി ഓഫീസിൽ വന്ന് പവിത്രനെ രക്ഷപ്പെടുത്തിയത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇനിയൊരു ചുക്കും ചെയ്യണ്ട. കാരണം ഇനിയെല്ലാം അവള് ആ നിധി ചെയ്തോളൂ. എന്തൊക്കെയായിരുന്നു സ്വപ്നങ്ങള്? ഗൗതമിന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത് ജയിലിലടയ്ക്കും. സർവ്വ സ്വത്തുക്കളുടെ അവകാശിയായി പ്രണവിനെ വാഴിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ അവനെ നശിപ്പിച്ച് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പ്രസ്ഥാനത്തിന് കൈപ്പിടിയിൽ ഒതുക്കുന്നു. അങ്ങനെ ബിസിനസ് ലോകത്ത് ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി CKC എന്റർപ്രൈസസ് മാറുന്നു.
കെട്ടിപ്പൊക്കി ഒരു ചീട്ട് കൊട്ടാരം. എന്നിട്ടോ നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട് മാത്രം അത് തകർന്ന് തരിപ്പണമായി നിലം പരിശായി മുന്നിൽ കിടക്കുന്നു. ശരിക്കും നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴേ പുച്ഛം തോന്നുന്നു CKC. ആരാ ഈ നിധി? അവക്ക് എന്ത് വിലയുണ്ട്? ആ പീറ പെണ്ണിന് മുന്നിലല്ലേ നിങ്ങൾ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്നത്?